ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. വ്യാജ പട്ടയ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ വൻ അഴിമതി നടന്നെന്ന് കോടതി. വ്യാജ പട്ടയമുണ്ടാക്കിയ രവീന്ദ്രനെതിരെ എന്തു നടപടിയെടുത്തെന്നും കോടതിയുടെ ചോദ്യം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്? ഇതിൽ ഏത് ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്ര രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്ന് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? വിജയകുമാർ, മൂന്നാർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു കേസ് നിൽപ്പുണ്ട്. അത് വാദം പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് കോടതി ചോദിക്കുന്നു. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു, എന്നിട്ടും അതിൽ അപ്പീൽ ഫയൽ ചെയ്യാഞ്ഞത് എന്ത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. 500 കേസുകൾ നിലവിൽ ഈ തോറ്റിട്ടുണ്ട് സർക്കാർ. അങ്ങനെയെങ്കിൽ 500 കേസുകളല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊരു സംശയവും കോടതി ചോദിക്കുന്നു ഇപ്പോൾ സർക്കാരിനോട്. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു. വൻ അഴിമതിയാണ് നടന്നതെന്ന് കോടതി തുറന്നടിക്കുകയും ചെയ്യുന്നു. രവീന്ദ്രന് മാത്രമായി വ്യാജപ്പട്ടയം ഉണ്ടാക്കാനാകില്ല, പിന്നിൽ വേറെയും ചില ആളുകൾ ഉണ്ടാകും എന്നാണ് ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കും എന്ന് ഹൈക്കോടതി ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇന്നിപ്പോൾ കേസ് CBIക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നുകൂടി ചോദിക്കുന്നു കോടതി. അതായത് ഇതിലേക്ക് CBI വരാൻ പോകുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ അവസാനമായി സർക്കാരിന് ഒരു അവസരം കൂടി നൽകുന്നു. അഡ്വക്കേറ്റ് ജനറലിനെ കേൾക്കാം എന്ന് കോടതി സമ്മതിക്കുന്നു. CBI അന്വേഷണത്തിലേക്ക് മൂന്നാർ ഭൂമി കയ്യേറ്റ കേസ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തത് വലിയ രാഷ്ട്രീയമായ വിവാദം, കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന കേസാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന് കോടതി പറയുന്നു. സർക്കാർ തോറ്റുകൊടുത്ത കേസുകൾ എന്ന മട്ടിൽ തന്നെയാണ് കോടതി ഈ ഭൂമി കേസുകളെ, മൂന്നാറിലെ കേസുകളെ കാണുന്നത്. അതിൽ എന്തുകൊണ്ട് ഒരു അപ്പീൽ നൽകാൻ പോലും സർക്കാർ തയ്യാറായില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ ഭൂമി ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും വാർത്തയാവുകയും ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. അതിൽ ഒരു ഒത്തുകളി നടന്നു, അഴിമതി നടന്നു, തോറ്റുകൊടുത്തു, അപ്പീൽ കൊടുക്കാതെ നിങ്ങൾ കയ്യേറ്റക്കാരെ സഹായിച്ചു, വ്യാജ പട്ടയക്കാരെ സഹായിച്ചു എന്ന് ഓപ്പണായി കോടതിയിൽ, അല്ലെങ്കിൽ ഓപ്പണായി കോടതി തന്നെ, ഹൈക്കോടതി തന്നെ പറയുകയാണ്. അത് ഗുരുതരമാണല്ലോ സാഹചര്യം, അല്ലേ? ഇനിയും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു മൂന്നാറിലെ ഭൂമി കയ്യേറ്റം, അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണതലത്തിലെ മൊത്തത്തിലുള്ള ഒരു നെക്സസ് അതിൽ പ്രവർത്തിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല, രവീന്ദ്രന് മാത്രമായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സമഗ്രമായ ഒരു അന്വേഷണം കോടതി ആഗ്രഹിക്കുന്നു. ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന് കോടതി പറയുന്നു. തുടർച്ചയായ 2ാം ദിവസവും ഈ കേസിൽ CBIയെ ക്ഷണിച്ചു വരുത്തും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകുന്നു. അവസാന അവസരം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജനറലിന് ഒരവസരം കൊടുക്കുന്നു. 500-ലധികം ഭൂമി കയ്യേറ്റങ്ങൾ നടന്നതിൽ ആകെ 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 42 കേസിലും തോറ്റു. 42 കേസിലും തോറ്റിട്ടും അപ്പീൽ പോകാനും സർക്കാർ തയ്യാറായില്ല. ഇത് ഞെട്ടിക്കുന്നതാണെന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം വരുന്നത്. CBI വരാൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സംസ്ഥാന സർക്കാരിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും ഒന്നും തന്നെ കോടതിക്ക് വിശ്വാസമില്ല എന്നാണ് വ്യക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അഴിമതി നടന്നുവെന്ന് കോടതി തന്നെ പറയുകയാണ്. വ്യാജ പട്ടയമുണ്ടാക്കിയ മുൻ അഡീഷണൽ തഹസീൽദാർ രവീന്ദ്രനെതിരെ എന്തു നടപടിയെടുത്തു എന്ന് കോടതി ചോദിക്കുന്നു. കേസിൽ സർക്കാർ ബോധപൂർവം തോറ്റു 42 കേസിൽ എന്നൊക്കെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. CBIയെ വിളിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനു മുൻപ് ഒരവസരം കൂടി അഡ്വക്കേറ്റ് ജനറലിന് നൽകും. എന്താണ് AGക്ക് പറയാനുള്ളത്, സ്റ്റേറ്റിന് പറയാനുള്ളതെന്ന് കേൾക്കും. അതുകൂടി കഴിഞ്ഞാൽ കോടതി ഉത്തരവിലേക്ക് കടക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. റവന്യൂ വകുപ്പും ഒക്കെ മറുപടി പറയേണ്ട വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം കൂടി. കോഴിക്കോട് ഓമശ്ശേരിയിൽ 10 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുട്ടനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട്.
എടത്വയിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. തലവടി സ്വദേശി മണിക്കു പരിക്കേറ്റു. അമ്പലപ്പുഴയിൽ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇന്നലെ 1 മണി രാത്രിയായപ്പം ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു നോക്കുമ്പോൾ ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് മേളോട്ട് നോക്കുമ്പോൾ മേൽക്കൂര ഒന്നുമില്ല. ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ 2 പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനാണ് കണ്ണിന് കാഴ്ചയില്ല. എനിക്ക് ഞങ്ങൾക്ക് ഒരു മാർഗമില്ല. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. കറണ്ടും എല്ലാം പോയി. അതേസമയം കോട്ടയത്ത് വ്യാപക കൃഷിനാശമുണ്ടായി. അയറുകുന്നത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളത്ത് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ തുടരുകയാണ്. അത് നിറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ആലാകാണ്ട് എല്ലാ സ്ഥലത്തും കൂടി. ഇത് ഡോറ് ഞാൻ അടക്കാൻ ഈ ഫീസ് വരാൻ ഈ സാധനങ്ങൾ മുകളിൽ കയറ്റില്ല. ഇത് തുറന്നിട്ടേക്കാണ്. അതോട് ഇതാ ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് ഇത് ആകെ കയറി ഞാൻ ഇൻവെർട്ടർ ഉണ്ട്. ഇൻവെർട്ടർ ഊരാ ഇങ്ങോട്ട് വരലും ഞാൻ ഫീസും തുടരും ഒറ്റ അടിയാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അപ്പൊ അതിന് ഇവിടെയൊക്കെ ഇത്രയും വെള്ളമായി. ഇവിടെ വെള്ളം വരാറുണ്ട്. ഇവിടെ ഇതുമാതിരി ഒരു ആദ്യത്തെ സംഭവം ചെളിയാണ്. ഇത് മുഴുവനും വ്യാപക്കത്തേക്ക് ഒരു വെച്ചാണ്. ഇവിടെ ഈ ചെളിന്റെ അകത്താണ് ഒരു വയ്ക്കുകയാണ്, അപ്പുറത്തേക്ക് ഒരു വയ്ക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കടൽക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ ചെല്ലാനം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തിയേക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ഒപ്പം മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈ വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒക്കെ സൂചനകൾ. അത് മാറി ഒരു ദിവസം കൂടി നേരത്തെ, പതിവിലും നേരത്തെ മഴ എത്തുന്നു എന്ന് വെച്ചാൽ ഒരു മഴക്കാലം നമ്മൾ അതിനെ മുന്നിൽ കാണുന്നു. അതിലേക്ക് നമ്മൾ കടക്കുകയാണെന്ന് ഉറപ്പിക്കാം ഇപ്പോഴല്ലേ? തീർച്ചയായും. അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലെ ഈ പ്രവചനം വെച്ച് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം ഈ തെക്കൻ കേരളത്തിലും പലയിടങ്ങളും, മധ്യ കേരളത്തിലടക്കം പലയിടങ്ങളിൽ ലഭിച്ച മഴ അത് കാലവർഷത്തിന്റേതാകാനുള്ള സൂചനയാണുള്ളത്. ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന പ്രവചനം ഇങ്ങനെയാണ്: അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞത് മെയ് 31 എന്ന തീയതിയാണ് നേരത്തെ കാലവർഷം കേരളത്തിലേക്ക് എത്തും എന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരുന്നു. 4 ദിവസം മുന്നോട്ടോ 4 ദിവസം പിന്നോട്ടോ വരാം. അത് ആ പ്രോബബിലിറ്റിയുടെ കാര്യമാണ്. അതങ്ങനെയാണ് അവരുടെ പ്രവചനത്തിന്റെ സ്വഭാവവും. എന്താണെങ്കിലും എത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തും എന്നുള്ളതാണ് നേരത്തെ അവരുടെ പ്രവചനം അനുസരിച്ച്. പതിവിലും കൂടുതൽ മഴ ഇത്തവണ കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. 6% അധിക മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അതിന്റെ സ്വഭാവം എങ്ങനെ ആകുമെന്ന് അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക. ഇന്നത്തെ മഴ മുന്നറിയിപ്പിലും മാറ്റമുണ്ട്. അതായത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നുണ്ട്. കാരണം ഈ തെക്കൻ തമിഴ്നാട് തീരത്തൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. അതിന്റെ സ്വാധീനത്തിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ 1 മണിക്ക് വരുന്ന അലേർട്ടിൽ ഈ നിലവിലെ ജില്ലാ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കാം. വിജയകുമാർ. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്നതാണ് പുതിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. 1 മണിയോടുകൂടി ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉണ്ടാകും. എന്താണ് സംസ്ഥാനത്തെ പൊതു കാലാവസ്ഥാ സാഹചര്യം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ആ ഘട്ടത്തിൽ അറിയാം. നേരത്തെ ഇന്നലെയൊക്കെ പെയ്ത മഴ കാലവർഷത്തിൻ്റെ തുടക്കമാണ് എന്ന് ചില വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒരു സ്ഥിരീകരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. എന്തായാലും നമ്മൾ ഒരു മഴക്കാലത്തിലേക്ക് നീങ്ങുന്നു. നാളെ മുതൽ കാലവർഷം സജീവമാകും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. കുട്ടനാട്ടിൽ വെള്ളക്കെട്ടുണ്ട്, കനത്ത മഴ തുടരുകയാണ് ആലപ്പുഴയിൽ പലയിടത്തും. മനീഷ്, മഴയ്ക്ക് ശമനമുണ്ടോ? ഇന്നലെ എറണാകുളത്തൊക്കെ പെയ്ത സമാനമായ മഴ ഇപ്പോൾ ആലപ്പുഴയിൽ പെയ്യുന്നുവെന്ന് പലരും ഇതിനോടകം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം?
വിജയകുമാർ, ഇന്നലെ എറണാകുളത്ത് അതേ സാഹചര്യമാണ് ആലപ്പുഴയിലുള്ളത്. ആലപ്പുഴയിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു തുടങ്ങിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെമ്പാടും ചേർത്തല, അതായത് അരൂർ മുതൽ കായംകുളം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും മഴയുണ്ട്. മഴയില്ലാത്ത ഒരു പ്രദേശവുമില്ല. പ്രത്യേകിച്ച് കുട്ടനാട്ടിലാണ് വെള്ളം വന്നാൽ ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. പക്ഷേ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആലപ്പുഴയിൽ എമ്പാടും വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. ഞാൻ നിലവിൽ നിൽക്കുന്നത് ആലപ്പുഴ ചമ്പക്കുളത്താണ്. ഇവിടെ ഉള്ളൊരു ഗ്രാമീണ റോഡിൽ നിറച്ച് വെള്ളമുള്ള സാഹചര്യമുണ്ട്. അതായത് ഇതൊരു താഴ്ന്ന പ്രദേശമല്ല, പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമില്ല. പക്ഷേ ഇവിടെയൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ എടത്വ, തലവടി, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത്, ചേർത്തല, മാന്നാർ, ഒപ്പം തന്നെ കായംകുളം, കണ്ടല്ലൂർ എന്നീ പ്രദേശങ്ങളിലാണ് വീടുകൾ തകർന്നത്. അവിടെ ശക്തമായ കാറ്റിൽ, രാവിലെ വീശിയടിച്ച് ശക്തമായ കാറ്റിൽ പലരുടെയും വീടുകൾ തകർന്നുപോയി. എടത്വ, തലവടിയിലാണ് ഒരു വീടിൻ്റെ മേൽക്കൂര പറന്ന് 200 മീറ്ററോളം ദൂരം വന്ന് പതിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഗതാഗത തടസ്സം ആലപ്പുഴ പലയിടങ്ങളിലും, ചമ്പക്കുളം, മങ്കൊമ്പ് റോഡിലൊക്കെ തന്നെ ഗതാഗത തടസ്സം, വെള്ളം കയറിയ റോഡുകളിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇനി കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ അത് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് കുട്ടനാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. കോട്ടയത്തടക്കം പെയ്തിട്ടുള്ള മഴ മീനച്ചിലാർ വഴി വേമ്പനാട്ടുകായലൊപ്പം തന്നെ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിൽ എത്തുന്നതോടെ ജലനിരപ്പ് ഉയരും. ഇപ്പോൾ തന്നെ കുട്ടനാട്ടിൽ പല പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു വേലിയിറക്ക സമയം അത് മാറുന്ന ഒരു സമയത്തേക്കായിരിക്കും ഈ വെള്ളം കൂടുതലായി എത്തുക. വേമ്പനാട്ടുകായൽ ഇന്നലെ രാത്രി തന്നെ ക്രമാതീതമായി വെള്ളം ഉയർന്നതിനാൽ ഇന്നലെ രാത്രി തന്നെ അന്ധകാരനഴി പൊഴി മുറിച്ചു വിട്ടിരുന്നു. തോട്ടപ്പള്ളി പൊഴിയും ദിവസങ്ങൾക്ക് മുൻപ് മുറിച്ചു വിട്ടിരുന്നു. അതുവഴി വെള്ളം കൂടുതൽ കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കാതെ മറ്റ് ഈ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയാൻ സാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം തീരുമാനിച്ചതും നടപ്പിലാക്കുന്നതും. മന്ത്രി പി പ്രസാദ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഈ കുട്ടനാട്ടിൽ വെള്ളം പോകുന്ന സാഹചര്യം ഒഴിവാകുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. നിലവിൽ ഈ ആലപ്പുഴ നഗരത്തിലടക്കം വെള്ളം കയറുന്നു എന്നുള്ള പുതിയ വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മഴയ്ക്ക് ഒരു ശമനവുമില്ല. 8 മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോഴും തോരാതെ പെയ്യുന്ന സാഹചര്യം. ഒപ്പം തന്നെ തീരപ്രദേശത്തടക്കം ആലപ്പുഴയിൽ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, വലിയഴിക്കൽ, പുറക്കാട്, കരൂർ തുടങ്ങിയ മേഖലകളിലും ശക്തമായ തിരമാലയുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ആകെ ഇതുവരെ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 5 ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് തീരദേശ മേഖലയിലാണ്. ഒരു ക്യാമ്പ് മാത്രമാണ് കായലോര പ്രദേശത്ത് തുറന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ക്യാമ്പ് വൈകുന്നേരത്തോടുകൂടി തുറക്കേണ്ടി വരും. കാരണം നിരവധി ആളുകളുടെ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയ സാഹചര്യത്തിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഒക്കെ തന്നെ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങാൻ ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 5 കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലൊക്കെ തന്നെ തുടങ്ങി 5 താലൂക്കുകളിൽ കൺട്രോൾ റൂമും ജില്ലാ ഭരണകൂടം തുറന്നിട്ടുണ്ട്. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ചമ്പക്കുളം മേഖലയിലാണ് മനീഷ് ഉള്ളത്. വലിയ മഴ അവിടെ പെയ്യുകയാണ്. ഇന്നലെ എറണാകുളത്തൊക്കെ പെയ്തതിന് സമാനമായ മഴ അതാണ് ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. 8 മണി മുതൽ തുടങ്ങിയ മഴയാണ്, ഒരു ശമനവുമില്ലാതെ തുടർന്നു. ആലപ്പുഴ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറുന്നു എന്ന പുതിയ വിവരം കൂടി മനീഷ് മഹിപാൽ അതിനിടയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാലവർഷം നാളെ എത്താനിരിക്കെ അതിന് മുന്നോടിയായി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒട്ടുമിക്ക ജില്ലകളിലും നന്നായി മഴ പെയ്യുന്നുണ്ട് എന്നാണ് പുതിയ വിവരം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. അതന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ അവർ തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാർ ഗവൺമെന്റും കേരളത്തിലെ CPM കൂടിയുണ്ട്. ഇതിനു മുമ്പുള്ള കേസുകൾ ഇതുപോലെ തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷിച്ചു, നിങ്ങൾ കൊച്ചിയിലെ പത്രക്കാരാണ്, എല്ലാ ദിവസവും വിവരം തന്നു. ഒരു സുപ്രഭാതത്തിൽ കട്ടയും പടവും മടക്കി ഫയലും മടക്കി അവരങ്ങ് പോയി, ഇല്ലേ? അതുപോലെ തന്നെ ഈ കേസുകളിൽ സംഭവിക്കുള്ളൂ. അപ്പൊ അത് വേറെ നിയമപരമായ മാർഗങ്ങൾ തേടും. ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ, ആ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മറ്റു നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ തേടും. മറ്റൊന്ന് ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നലെ മഴ പെയ്തു, സമാനതകളില്ലാത്ത വെള്ളക്കെട്ട് കൊച്ചിയിലുണ്ടായി. ഈ രാജീവ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം മഴക്കാല പൂർവ്വ നടപടികൾ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് തന്നെ 3 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പേ ആരംഭിക്കേണ്ടതാണ്. മഴക്കാല പൂർവ്വ നടപടികൾ ആരംഭിക്കാൻ എന്താണ് പെരുമാറ്റച്ചട്ടം തടസ്സം? മന്ത്രിമാർക്ക് ചിലപ്പോൾ ജനപ്രതിനിധികൾക്ക് യോഗം ചേരാൻ പറ്റില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. എക്സാലോജിക്കിന്റെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിൽ SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന്
പണമെത്തിയെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ഈ വിവരങ്ങൾ EDക്കും SFIOയ്ക്കും കൈമാറിയെന്നും ഷോൺ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ളത് SNC ലാവൽ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC, ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ IA ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ, അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതിൽ ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൻ്റെ പരാതി, അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 പരാതികൾ, ഒന്ന് SFIOയ്ക്കും EDക്കും കൈമാറിയിട്ടുണ്ടെന്ന് ഷോൺ പറയുന്നു. ഹൈക്കോടതിയിൽ ഒരു ഉപഹർജിയും ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തുടർ നടപടികൾ, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികൾ ഈ ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഇതുവരെ? വിജയകുമാർ, നേരത്തെ തന്നെ SFIOയ്ക്കും EDക്കും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഷോൺ ജോർജ് പരാതി നൽകിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വൈകാതെ നടന്നേക്കും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. നിലവിലിപ്പോൾ അത്തരം അന്വേഷണങ്ങൾ നടക്കുന്നില്ല. അത് EDയുടെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല, SFIOയുടെ ഭാഗത്തു നിന്നും നിലവിലില്ല. ഇതിന്മേലെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രാഥമികമായ പരിശോധന നടത്തിയതാണ്. ഈ വിദേശത്തെ അക്കൗണ്ടുകൾ സംബന്ധിച്ചെല്ലാം പ്രാഥമിക പരിശോധന നടന്നതാണ്. അത് EDയും SFIOയും ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് അദ്ദേഹം ഒരു ഉപഹർജി ഷോൺ ജോർജ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഉപഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട പണം എത്തിയിട്ടുണ്ട്, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്കാണ് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണമെത്തിയത്. SNC ലാവലിൻ, PwC, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും പണമെത്തിയതായും ഷോൺ ജോർജ് ആരോപിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈവശമുണ്ടോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല, അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതാണ് ഷോൺ ജോർജ് പറയുന്നത്. കോടതിയിൽ ഇത് നൽകുമോ എന്ന് ചോദിച്ചപ്പോഴും അത് കോടതി നിർദ്ദേശപ്രകാരം സ്വാഭാവികമായും അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഷോൺ ജോർജ് പറയുന്നത്. നിലവിലിപ്പോൾ ഇതൊരു പരാതി മാത്രമാണ്. ഹൈക്കോടതിയിൽ ഒരു ഉപഹർജി നൽകിയിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ ആരോപണമായി ഉയർന്നു വന്നിട്ടേയുള്ളൂ. ഇനി ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വ്യക്തത വരുത്തുകയും വേണം. അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ SFIO, ED ഈ ഏജൻസികൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഷോൺ അറിയിച്ചത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകൾ ഉപരോധിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് പ്രതിഷേധം. മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സീറ്റ് അനുവദിക്കുന്നതിൽ ഇടത് സർക്കാർ പിശുക്കു കാട്ടുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. സീറ്റ് പ്രതിസന്ധിയിൽ ലീഗ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണും. പാസ്സാവുന്ന കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് ഉണ്ടായാലും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് പഠിക്കാൻ ഒക്കൂല. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന എന്താന്ന് വിചാരിച്ചാല് സീറ്റുണ്ട് എന്നും പറഞ്ഞ് എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ മറ്റുള്ളത് ഡിപ്ലോമ, അതുപോലെ പല സ്റ്റേറ്റ് ഭാരതത്തിന് സെറ്റ് ഒട്ടാകെ കൊടുക്കേണ്ട, നിർബന്ധമായി കൊടുക്കേണ്ട, മെറിറ്റ് കൊടുക്കേണ്ട എല്ലാം കൂടി ഒരു കണക്കെടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ആളെ ഫൂളാക്കണ പരിപാടിയാണ്. അങ്ങനെ ആളെ ഫൂളാക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നിവിടെ ഈ ജനസഞ്ചയം പ്രഖ്യാപിക്കുന്നത്. 55,000 കുട്ടികൾ മലബാർ മേഖലയിൽ തുടർ വിദ്യാഭ്യാസത്തിന് സാധ്യമാകാത്ത അവസ്ഥയാണ്. ഞങ്ങൾ കോടതിയെയും സമീപിക്കും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ മുന്നിലുള്ള സാഹചര്യത്തിൽ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള
കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ക്ലാസ്സിൽ കുറച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കുകയല്ലല്ലോ. ഈ വിഷയത്തിൽ ലീഗ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കണ്ട് മലബാറിലെ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കും എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.